ഹലോ വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് നമ്മൾ ഒരുവിധം എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള മിൽക്ക് കേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്ക് റെസിപ്പിയാണിത്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാൽ പിന്നെ എന്തായാലും ഇങ്ങനെ നിങ്ങൾ മിൽക്ക് കേക്ക് ചെയ്തെടുക്കുകയുള്ളൂ. അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ആയിട്ട് യമ്മി മലബാർ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? എല്ലാ കേക്ക് വീഡിയോസിലും പറയുന്ന പോലെ തന്നെ ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് അളവിൽ മൈദയും 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണിനേക്കാളും ഒരല്പം കുറവ് അളവിൽ ബേക്കിംഗ് സോഡയും കൂടിയിട്ട് അരിച്ചെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. 2-3 തവണ അരിച്ചെടുത്താൽ നന്നായിരിക്കും. ശേഷം ഒരു ബൗളിൽ ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം മുട്ട ഇവിടെ ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര കുറച്ചായിട്ട് ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. 1/2 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇനിയിപ്പോൾ പൊടിക്കാത്ത പഞ്ചസാരയാണ് നിങ്ങൾ ചേർക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് 1/4 കപ്പ് വരെ ചേർക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും അതിൻ്റെ മെഷർമെൻറ്റും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഓവറായിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ട. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ ഇതേപോലെ നിങ്ങൾ ബീറ്റർ വെച്ച് മിക്സ് ചെയ്യാതെ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതെന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ മുട്ടൻ്റെ മിക്സ് താഴ്ന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നമ്മൾ കൂടുതൽ നേരം കുത്തി ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോം അങ്ങ് താഴ്ന്നു പോകും. അപ്പോൾ കേക്ക് ഹാർഡായിട്ട് മാറും. അപ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ പാല് ചേർക്കണം. ചെറിയ ചൂടുള്ള പാലാണ് ചേർക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തതിന് ശേഷം കുറച്ച് പാല് ചേർക്കുക. വീണ്ടും ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കാര്യം, നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ചെയ്തെടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലായിരിക്കാനായി ശ്രദ്ധിക്കണം. അതായത് ഒട്ടും തന്നെ തണുപ്പുണ്ടാവാനായിട്ട് പാടില്ല. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന മുട്ടയാണെങ്കിലും പാലാണെങ്കിലും ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ നമ്മൾ യൂസ് ചെയ്യരുത്. ഇനിയിപ്പോൾ പാലൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ ആണെങ്കിൽ ജസ്റ്റ് അതിൻ്റെ തണുപ്പൊക്കെ ഒന്ന് പോകുന്നത് വരെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പാച്ചിൽ വെച്ചിട്ട് ഇതിന് സൈഡൊക്കെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ കേക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ബദാം മിക്സ്, അതായത് ബദാം എസൻസ് എല്ലാ ബേക്കിംഗ് ഷോപ്പിലും അല്ലാന്നുണ്ടെങ്കിൽ സാധാ ബേക്കറി ഷോപ്പിലൊക്കെ നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ളൊരു സംഭവമാണിത്. ബദാം മിക്സ് അല്ലെങ്കിൽ ബദാം എസൻസ് എന്ന് പറഞ്ഞിട്ട് മേടിക്കാൻ കിട്ടും. 35 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ അധികം റേറ്റും ഇല്ല. അപ്പോൾ നിങ്ങളിത് മേടിച്ച് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡ്രിങ്ക്സ് ചെയ്തെടുക്കാനും അതുപോലെ തന്നെ ഇതുപോലെ കേക്ക് ചെയ്തെടുക്കാനൊക്കെ ഇത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ബദാം മിക്സ് ചേർക്കുമ്പം അതിൻ്റെ നല്ലൊരു ഫ്ലേവറും കിട്ടും. മാത്രമല്ല നമ്മുടെ കേക്കിന് നല്ലൊരു യെല്ലോ കളറും കൂടി കിട്ടും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു ബദാമിൻ്റെ മിക്സ് മേടിച്ച് വെക്കണം. ഇത് വെച്ചിട്ടുള്ള റെസിപ്പി ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്നും പോയിട്ട് കണ്ടു നോക്കുക. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടീൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ചുറ്റിലും ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ബട്ടർ പേപ്പർ യൂസ് ചെയ്യേണ്ടതെന്ന്. ഞാൻ ചിലപ്പോൾ യൂസ് ചെയ്യാറുണ്ട്. ഞാൻ ചോക്ലേറ്റ് കേക്ക്, റെഡ് വെൽവെറ്റ് അതൊക്കെ ചെയ്തെടുക്കുമ്പം ഞാൻ ബട്ടർ പേപ്പർ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ചെയ്യുമ്പോൾ ഞാൻ വല്ലപ്പോഴേ യൂസ് ചെയ്യാറുള്ളൂ. നന്നായിട്ടൊന്ന് ഓയിൽ കൊണ്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിലുള്ള എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ കേക്ക് ഈവനായിട്ട് പൊങ്ങി വരാനും ചിലപ്പം ടാപ്പ് ചെയ്യുന്നത് കുറഞ്ഞു കഴിഞ്ഞാൽ കേക്കിൻ്റെ നടുഭാഗം അങ്ങ് പൊങ്ങി അങ്ങനെ വരുന്ന ഇഷ്യൂ ഒക്കെ വരും. അപ്പോൾ നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ ടൈമൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ പാൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കണം. പ്രീഹീറ്റ് ചെയ്ത പാനിലോട്ട് മാത്രമേ നമ്മുടെ കേക്ക് ടീനെ ഇറക്കി വെച്ച് കൊടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഇതാ ഞാൻ പാനിലേക്ക് നമ്മുടെ കേക്ക് ടീനെ ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 20 മിനിറ്റിന് ശേഷം തുറന്നു നോക്കാം. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ മിൽക്ക് കേക്കിലേക്ക് വേണ്ടിയ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ഷുഗർ സിറപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 3/4 കപ്പ് അളവിൽ പാലെടുത്തിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന ഒരു കപ്പ് എന്ന് പറയുന്നത് 250 ml ആണ്. 3/4 കപ്പ് അളവിൽ പാലും 1/4 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീമും അതുപോലെ തന്നെ 1/4 കപ്പ് അളവിൽ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യുന്ന വീഡിയോ ഇതിൽ പെട്ടിട്ടുണ്ടായിരുന്നില്ല. 1/4 കപ്പ് അളവിൽ കണ്ടൻസ്ഡ് മിൽക്കും ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ബദാമിൻ്റെ മിക്സും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം.
ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ബദാമും അതുപോലെ തന്നെ പിസ്തയും എടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് ഒരു കത്തി വെച്ചിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ കേക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു കത്തി വെച്ചിട്ട് ഞാനൊന്ന് കുത്തി നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി അത് ചൂടുമാറാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ബദാമും കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 1/2 കിലോ മിൽക്ക് കേക്ക് ചെയ്തെടുക്കാനായിട്ട് 1/4 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീം കറക്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു അളവിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ 1/4 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീം മാത്രം എടുത്താൽ മതിയാവും. അതാണ് ഇതിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അളവ് എന്ന് പറയുന്നത്. അപ്പോൾ ക്രീം ഇവിടെ ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചെയ്തു വെച്ച ബദാമിൻ്റെ ആ മിക്സ് വീണ്ടും നമുക്ക് കുറച്ച് ഡ്രോപ്സ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഫ്ലേവർ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്രീമും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കേക്ക് ഇവിടെ ചൂടൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ കേക്ക് ശ്രദ്ധിച്ചോ, നല്ല ഈവൻ ആയിട്ടല്ലേ വന്നിട്ടുള്ളത്, എവിടെയും പൊങ്ങി വരാതെ നല്ല ലെവലായിട്ട് തന്നെ വന്നിട്ടില്ലേ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കും കൂടിയാണിത്, നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാകും. അപ്പോൾ ഇതിന് ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മോൾഡിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ മിൽക്ക് കേക്ക് സെയിൽ ചെയ്യുന്ന മോൾഡ് ഇതാണ്. ഇതിൽ വെച്ചിട്ടാണ് സെയിൽ ചെയ്യുന്നത്. ഈ മോൾഡിൻ്റെ റേറ്റ് വന്നിട്ട് 25 രൂപയാണ്. അതിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ 6 ഇഞ്ചിൻ്റെ പാന് നമ്മുടെ ഈ മോൾഡിലേക്ക് കറക്റ്റാണ്. 6 ഇഞ്ച് പാനിൽ നമ്മൾ കേക്ക് ചെയ്തെടുക്കുമ്പോൾ എന്നിട്ടൊരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുത്തി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച് നമ്മുടെ ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായിട്ട് സോക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മിൽക്ക് കേക്കിൻ്റെ പ്രൊസീജിയറൊക്കെ നിങ്ങൾക്കറിയാലോ. ഞാൻ 3-4 മിൽക്ക് കേക്കിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ചോക്ലേറ്റ്, നോർമൽ അങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക. നന്നായിട്ട് തന്നെ വെറ്റ് ചെയ്ത് കൊടുക്കാം. അതിൽ നമ്മുടെ ഷുഗർ സിറപ്പ് ഒരല്പം കൂടി നമുക്ക് മാറ്റി വെച്ച് കൊടുക്കണം. അത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് എക്സ്ട്രാ ഈ സിറപ്പ് നമുക്കൊരു കണ്ടെയ്നറിലാക്കിയിട്ട് അവർക്ക് കൊടുക്കുമ്പം വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയും ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് നന്നായിട്ട് കേക്കൊക്കെ ഡ്രിങ്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് ബദാം ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബദാം കേക്കല്ലേ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബദാമൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് കൂടുതൽ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ ബദാം എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീം ഇതുപോലെ അങ്ങ് ആക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ നോസിലൊന്നും ഇട്ടിട്ടില്ല. നോസിലിടാതെ നമുക്ക് ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ബേക്കിംഗ് ടൂൾസും ഇല്ലാത്തവർക്കൊക്കെ ഈ കേക്ക് നല്ല യൂസ്ഫുള്ളായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഈ സ്പഞ്ച് ചെയ്തെടുക്കാൻ ബീറ്റർ ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ ബീറ്ററില്ലാതെ ചെയ്തെടുക്കുന്ന കേക്കിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് പോയിട്ടൊന്ന് ചെക്ക് ചെയ്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ ക്രീം ഇതേപോലെ ചുറ്റിലും നമുക്ക് ആക്കി കൊടുക്കാം. ക്രീം മുഴുവനായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിന് മുകളിലേക്ക് ബദാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പൊടിച്ചെടുത്തതിൽ, അതായത് കത്തി വെച്ചിട്ട് പൊടിച്ചെടുത്തതിൽ കുറച്ച് പിസ്തയും കൂടി വെച്ചിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നട്ട്സും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ബാക്കി വന്ന ഷുഗർ സിറപ്പ് ഞാനൊരു ബോട്ടിലും കൂടി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ റെസിപ്പി ചെയ്തെടുക്കാനായിട്ട്. ഇപ്പം നിങ്ങൾക്ക് ഇതേപോലത്തെ മൗൾഡ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതുപോലെ ചെയ്യണമെന്നൊന്നുമില്ല. ഒരു പ്ലേറ്റിൽ നിങ്ങൾക്കിത് സെറ്റ് ചെയ്തെടുത്താലും മതിയാവും. അപ്പോൾ ഞാനിതിൻ്റെ വെയിറ്റ് കാണിച്ചു തരാം. കറക്റ്റ് 1/2 കിലോനാണ് നമ്മുടെ ഈ മിൽക്ക് കേക്കിൻ്റെ റേറ്റ് വന്നിട്ട്. അപ്പോൾ ഈ ഹോം ബേക്കേഴ്സൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും ഈ റെസിപ്പി യൂസ്ഫുൾ ആകും എന്ന് വിശ്വസിക്കുന്നു. പിന്നെ വീട്ടിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഉറപ്പായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക. താങ്ക്